പതിറ്റാണ്ടുകളായി ലോക സംഗീതത്തിലെ ഇന്ത്യൻ സാന്നിധ്യമാണ് AR റഹ്മാൻ. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യൻ വലതുപക്ഷത്ത് നിന്നുയരുന്നത് അദ്ദേഹത്തിന് നേരെയുള്ള സമാനതകളില്ലാത്ത വിദ്വേഷ ശബ്ദങ്ങളാണ്. BBC നൽകിയ ഒരു അഭിമുഖത്തിന്റെ പേരിൽ തുടങ്ങിയ ഈ ആക്രമണം എങ്ങനെയാണ് ഒരു കലാകാരന്റെ കരിയറിനെയും വ്യക്തിത്വത്തെ തന്നെയും മായ്ച്ചു കളയാനുള്ള ആസൂത്രിതമായ ഒരു സൈബർ ക്രിമിനൽ നീക്കമായി മാറിയത് പരിശോധിക്കാം. കഴിഞ്ഞ 8 വർഷമായി ചലച്ചിത്ര മേഖലയിലെ രാഷ്ട്രീയവും സാമുദായിക പക്ഷപാതവും കാരണം തനിക്ക് അവസരങ്ങൾ കുറയുന്നുവെന്നാണ് ജനുവരി 14 BBC ഏഷ്യൻ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിൽ റഹ്മാൻ പറയുന്നത്. ഈ പ്രസ്താവനയാണ് പിന്നീട് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ബോളിവുഡിന്റെ അധികാരഘടനയിൽ മാറ്റമുണ്ടായി. അധികാരമുള്ളവർ സർഗാത്മകതയില്ലാത്തവരാണ്. ചിലപ്പോൾ അതിന് വർഗീയ മാനങ്ങൾ കൂടി കൈവരുന്നുണ്ടാകാമെന്നും റഹ്മാൻ അഭിമുഖത്തിൽ പറയുന്നു. ചില സംഘപരിവാർ വലതുപക്ഷ സൈബർ പോരാളികൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് വെറുപ്പിന്റെ ശബ്ദത്തിൽ അലറിക്കൊണ്ടാണ്. റഹ്മാനെ ജിഹാദി എന്ന് വിളിച്ചും മതം പറഞ്ഞ് അധിക്ഷേപിച്ചും ചില അറിയപ്പെടുന്ന BJP നേതാക്കളും ഇവരോടൊപ്പം ചേർന്നു. ബോയ്ക്കോട്ട് AR റഹ്മാൻ, ബോയ്ക്കോട്ട് ബോളിവുഡ് രാമായണ തുടങ്ങിയ ഹാഷ്ടാഗുകൾ ഇവർ വ്യാപകമായി ഉപയോഗിച്ചു. സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങിയ കാലം മുതലേ വെറുപ്പിന്റെ വാഹകരായി തുടരുന്ന ചില പേജുകൾ AR റഹ്മാനെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പിന്നിലും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് OBC കണ്ടെത്തിയത്. റഹ്മാന് പിന്തുണയുമായി രംഗത്ത് വന്നവരുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നുവെന്നും OBC കണ്ടെത്തി. റഹ്മാനെതിരെ നടന്ന ചില സൈബർ ആക്രമണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വിദ്വേഷ പോസ്റ്റുകൾ ദിനംപ്രതി പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പേജായ creeply.in ഇക്കഴിഞ്ഞ ജനുവരി 17 ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. 2018 ജനുവരി 7 NDTVയിൽ സംപ്രേഷണം ചെയ്ത വോക്ക് ദ ടോക്ക് വിത്ത് AR റഹ്മാൻ എന്ന പരിപാടിയിൽ സൂഫിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന AR റഹ്മാന്റെ വീഡിയോ ശകലമാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇൻ ദ എൻഡ് ദേ ആർ ഓൾ ജിഹാദീസ്, ബോയ്ക്കോട്ട് റഹ്മാൻ ഫോർ ലൈഫ് എന്ന വർഗീയ തലക്കെട്ടും വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്നു. ജനുവരി 19 വരെ 87,600 പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. 3,600 പേർ ഇത് റീപോസ്റ്റും ചെയ്തിരിക്കുന്നു. കമൽഹാസനും ഷാരൂഖ് ഖാനും AR റഹ്മാനും എല്ലാം തീവ്ര ജിഹാദിസ്റ്റുകളാണെന്നും ഇവരെ പാകിസ്ഥാനിലേക്ക് വിടണമെന്നുമുള്ള തരത്തിൽ വിദ്വേഷം വമിക്കുന്ന കമന്റുകളാണ് ഈ വീഡിയോയ്ക്കുള്ളത്. മതം മാറി വന്നവർക്കാണ് കൂടുതൽ വിഷമെന്നാണ് അതിലെ മറ്റൊരു കമന്റ്. വലതുപക്ഷ മാധ്യമ സ്ഥാപനമായ ഓപ്പ് ഇന്ത്യയുടെ ചീഫ് എഡിറ്റർ നുപൂർ ജെ ശർമ്മ ചാവ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള AR റഹ്മാന്റെ പ്രസ്താവനയെ ലക്ഷ്യമാക്കി ഒരു വർഗീയ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇന്ത്യൻ സെലിബ്രിറ്റികൾ തങ്ങളെ പ്രശസ്തിയിലെത്തിച്ച ജനങ്ങളെ തള്ളിപ്പറയാൻ മടിയില്ലാത്തവരാണ് എന്നായിരുന്നു ആ പോസ്റ്റിലെ പ്രധാന ആരോപണം. റഹ്മാൻ രാജ്യത്തെക്കാൾ തന്റെ മതത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന മട്ടിലുള്ള വർഗീയമായ പ്രചാരണമാണ് ഇവിടെ നടന്നത്. 3,64,000 പേരാണ് ഈ പോസ്റ്റിന്റെ കാഴ്ചക്കാർ. റഹ്മാന്റെ കരിയറിലുണ്ടായ മാറ്റങ്ങളെ അദ്ദേഹത്തിന്റെ തന്നെ പരാജയമായി ചിത്രീകരിക്കാനും ജനങ്ങൾ നൽകിയ സ്നേഹത്തെ അദ്ദേഹം അവമതിച്ചു എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങൾ ഈ പോസ്റ്റിന്റെ കമന്റ് സെക്ഷനിൽ തകൃതിയായി നടക്കുന്നുണ്ടെന്ന് കാണാം. വിദ്വേഷം പടർത്തുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇവയെല്ലാം. ഹിന്ദുത്വ നെയ്റ്റ് എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നുള്ള ഒരു പോസ്റ്റ് AR റഹ്മാനെതിരെ നടന്ന ആസൂത്രിതമായ വിദ്വേഷ പ്രചാരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ജനുവരി 18 ഷെയർ ചെയ്ത ഈ പോസ്റ്റിൽ AR റഹ്മാൻ സംഗീത മോഷണം നടത്തുന്നു എന്നാണ് ആരോപിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ അത്ര പ്രശസ്തരല്ലാത്ത പ്രാദേശിക കലാകാരന്മാരുടെയും പാശ്ചാത്യ രാജ്യങ്ങളിലെ സംഗീതജ്ഞരുടെയും ട്രാക്കുകൾ റഹ്മാൻ മോഷ്ടിക്കുന്നുവെന്നാണ് ഈ പോസ്റ്റ് ആരോപിക്കുന്നത്. BBC അഭിമുഖത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരത്തിലെ വരികളെ ആസ്പദമാക്കി 1997 AR റഹ്മാൻ പുറത്തിറക്കിയ ആൽബമാണ് മാ തുജേ സലാം. അന്ന് ഇന്ത്യയുടെ 50ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഈ ഗാനം ഇന്ത്യൻ ജനതയുടെ ദേശസ്നേഹത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ റഹ്മാനെ ഒരു ദേശവിരുദ്ധനായി ചിത്രീകരിക്കാൻ വേണ്ടി ഈ ഗാനത്തെ പോലും ചിലർ ആയുധമാക്കി മാറ്റുകയാണ്. അദ്ദേഹത്തെ ഒരു ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. AR റഹ്മാനെതിരെയുള്ള വിദ്വേഷ പ്രചാരണം എത്രത്തോളം ആസൂത്രിതമായിരുന്നു എന്നതിന് നിരവധി തെളിവുകൾ കാണാം. ജനുവരി 18 - 19 ഇടയിൽ എക്സിലെ ചില അക്കൗണ്ടുകൾ ഈ പ്രചാരണത്തിന് പിന്നിൽ സജീവമായി പ്രവർത്തിച്ചതായാണ് ഞങ്ങൾ നിരീക്ഷിച്ചത്. എല്ലാ പോസ്റ്റുകളിലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ഹാഷ്ടാഗുകൾ, ഒരേ ഉള്ളടക്കം. റഹ്മാന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ പോസ്റ്റുകൾക്ക് താഴെയും ആസൂത്രിതമായ രീതിയിൽ വിദ്വേഷ കമന്റുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ മറ്റു ഫോട്ടോകൾക്ക് താഴെ പോലും BBC അഭിമുഖവുമായി ബന്ധപ്പെട്ട അധിക്ഷേപ കമന്റുകൾ ബോധപൂർവം രേഖപ്പെടുത്തപ്പെട്ടു. നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് റഹ്മാനെ ലക്ഷ്യം വെച്ച് ഗുരുതരമായ വർഗീയ പരാമർശങ്ങൾ നടത്തിയത്. ചിലർ അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു. പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന സ്ഥിരം വിദ്വേഷ മുദ്രാവാക്യം ഉയർത്തി. റഹ്മാനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പരേതയായ മാതാവിനെ പോലും മോശം ഭാഷയിൽ അധിക്ഷേപിച്ചു. സിനിമ, സംഗീത മേഖലയിലുള്ള ചില പ്രമുഖ വ്യക്തികളും റഹ്മാനെതിരെ പ്രതികരിച്ചതായി കാണാം. BJP MP യും നടിയുമായ കങ്കണ റണൌത്തിന്റെ പ്രസ്താവന ഒരു ഉദാഹരണം.
കങ്കണയുടെ പ്രതികരണം റഹ്മാനെ ഒരു പ്രത്യേക രാഷ്ട്രീയ ചേരിയുടെ ശത്രുവായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. AR റഹ്മാൻ മുൻവിധിയുള്ളവനും വിദ്വേഷം നിറഞ്ഞവനുമാണ് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് കങ്കണ പങ്കുവച്ചത്. കങ്കണ റണൌത്തിനെ പോലുള്ള രാഷ്ട്രീയക്കാർക്ക് പുറമെ സ്വാതി ചതുർവേദിയെ പോലുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും റഹ്മാനെതിരെ തിരിഞ്ഞു. താൻ നടത്തിയ ടെലിവിഷൻ അഭിമുഖത്തിനിടെ ഉണ്ടായ ഒരു അനുഭവമാണ് സ്വാതി എക്സിൽ പങ്കുവയ്ക്കുന്നത്. അഭിമുഖത്തിനിടെ മാ തുജേ സലാം എന്ന ഗാനം ആലപിക്കാൻ പലതവണ അഭ്യർത്ഥിച്ചിട്ടും റഹ്മാൻ അത് നിരസിക്കുകയായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. റഹ്മാന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവർ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആസൂത്രിത ഓൺലൈൻ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് തുറന്നു കാണിക്കുന്ന അയാമെ ട്രോൾ എന്ന പുസ്തകം എഴുതിയ സ്വാതി ചതുർവേദി തന്നെയാണ് റഹ്മാനെതിരെയുള്ള വിദ്വേഷ പ്രചാരണത്തിൽ പങ്കാളിയാവുന്നതെന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. റഹ്മാനെതിരെയുള്ള വിദ്വേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കരിയറിനെയും വ്യക്തിത്വത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സൈബർ ക്രിമിനൽ നീക്കമാണെന്നാണ് ഈ സാമൂഹ്യ മാധ്യമ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു കലാകാരനെ അദ്ദേഹത്തിന്റെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ വേട്ടയാടുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റം തന്നെയാണ് എന്നതിൽ തർക്കമില്ല.